ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാവേളയിൽ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലായിരിക്കാനുള്ള കൃപ കിട്ടി. വിവിധ സ്ഥലങ്ങളിലും ദേശങ്ങളിലുമായിരുന്ന നമ്മളെ ഒരു പിതാവിൻ്റെ മക്കളെ പോലെ ഈ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ വചന ശുശ്രൂഷയിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, വചനത്തെ ഉദരത്തിലും ഹൃദയത്തിലും സ്വീകരിച്ച അമ്മേ, ഈ സമയം തിരുക്കുമാരന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നമുക്കിരിക്കാം. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാവേളയിൽ നമ്മൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളെ നമ്മൾ അല്പസമയം ധ്യാനിക്കുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം, ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന്. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ജെറിക്കോ വിട്ടു പോരുമ്പോൾ അന്ധനായ ഒരു മനുഷ്യൻ വഴിയരിൽ ഇരിപ്പുണ്ടായിരുന്നു. ഒത്തിരി ഒച്ചയും ബഹളവും എല്ലാം കേട്ടപ്പോഴേ ആ മനുഷ്യൻ ചോദിക്കുവാണ്, എന്താണ് ഈ ബഹളങ്ങളെ, ആരാണ് കടന്നു പോകുന്നത്? ആ മനുഷ്യർ പറഞ്ഞു, നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത്. ആ അന്ധനായ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ആ കടന്നുപോയവർക്ക് കൂടെ ഉണ്ടായിരുന്ന ആർക്കും യേശു തമ്പുരാൻ ദാവീദിന്റെ പുത്രനാണെന്ന് ആർക്കും മനസ്സിലായില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ അന്ധനായ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തു, ഇതാ മകനെ, നിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നത് അന്ധന് കാഴ്ച കൊടുത്തവൻ, ചെകിടിന് കേൾവി കൊടുത്തവൻ, ഊമന് സംസാര ശക്തി കൊടുത്തവൻ, മരുഭൂമിയിൽ മന്ന പൊഴിച്ചവൻ, തീക്കൽപ്പാറ തുറന്ന് വെള്ളം കൊടുത്തവൻ, ഇതാ നിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നു. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ തകർച്ചകളിലേക്ക്, നിന്റെ രോഗാവസ്ഥകളിലേക്ക്, നിന്റെ കടഭാരങ്ങളിലേക്ക് നീ കർത്താവിനെ വിളിക്കുക. ആ മകൻ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ആ മനുഷ്യന്റെ നിലവിളി കർത്താവ് കേട്ടു. ആയിരക്കണക്കിന് ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു, വലിയ ഒച്ചയും ബഹളവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പാവപ്പെട്ടവന്റെ നിലവിളി കർത്താവ് കേട്ടു. തമ്പുരാൻ അവിടെ നിന്നു. കർത്താവിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ളതായിരുന്നു അവന്റെ നിലവിളി. അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. ചങ്ക് പൊട്ടിയ ഒരു വിളിയുണ്ട്, ഹൃദയം നൊന്തൊരു വിളിയുണ്ട്. തകർച്ചയുടെ അവസ്ഥയിൽ, വേദനയുടെ അവസ്ഥയിൽ, രോഗാവസ്ഥയിൽ ദൈവത്തെ ഹൃദയം നൊന്ത് വേദനയോടെ വിളിക്കുമ്പോൾ നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാൻ അവിടെ നിൽക്കുകയാണ്. അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനെ വിളിക്കാൻ പറഞ്ഞു. അവർ ഓടി വന്ന് ഈ മനുഷ്യനോട് പറഞ്ഞു, എടാ, നീ ഒച്ചമേളൊന്നും ഇടണ്ട, ഇതാ നിന്നെ കർത്താവ് വിളിക്കുന്നു. അവിടെ വന്ന് അവരെന്നാണ് പറഞ്ഞത്? ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അതെ, ധൈര്യമായിരിക്കുക. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ ഇതാ നിന്നെ വിളിക്കുന്നു. എഴുന്നേൽക്കുക. നീ ഇരിക്കുന്ന സ്ഥലം അത്ര ശരിയല്ല. ചില സുഖങ്ങളും സന്തോഷവും കിട്ടുന്ന ചില സ്ഥലങ്ങൾ നീ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അമ്മച്ചി ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എൻ്റെ സന്നിധിയിലേക്ക് അവൻ കുതിച്ചു ചാടിപ്പോവുകയാണ്. അതിനു മുമ്പ് അവന്റെ ആ പുതപ്പ് വലിച്ചെറിഞ്ഞു. അതുവരെ അവന് സുഖങ്ങളും സന്തോഷവും ആനന്ദവും ഒക്കെ കൊടുത്തിരുന്ന ഒരു പുതപ്പുണ്ടായിരുന്നു, അത് അവൻ വലിച്ചെറിഞ്ഞു. അതെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, പകയുടെ, വൈരാഗ്യത്തിന്റെ, ജഡിക പാവങ്ങളുടെ, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളും സുഖങ്ങളുമാകുന്ന ചില പുതപ്പുകൾ നീ വലിച്ചെറിയുമ്പോൾ, അത് വലിച്ചെറിയുമ്പോൾ മാത്രമാണ് നിനക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടെ, ആനന്ദത്തോടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ആ മകൻ ഓടി ചെല്ലുകയാണ്. അവൻ ഓടിച്ചെന്നപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, മകനെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവ് അവനോട് ചോദിക്കുകയാണ്. ഈ ചോദ്യം നമ്മോടും ഇന്ന് ചോദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആ മകൻ പറഞ്ഞു,
കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് കാഴ്ചയുണ്ടായിരുന്നു. പലവിധ കാരണത്താൽ, പ്രശ്നത്താൽ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവൻ പറയുകയാണ്, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈ സമയം കർത്താവ് തിരുവചനത്തിലൂടെ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, അല്ലയോ എൻ്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിനക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരാൻ കഴിവുള്ള ഒരു ദൈവമാണ്. അവൻ ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? നമ്മൾ കർത്താവിനോട് പറ മക്കളെ, തമ്പുരാനെ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ സമാധാനം, എൻ്റെ നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം, എൻ്റെ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം നിനക്കെല്ലാം തിരിച്ചു തരാൻ കഴിവുള്ള ഈശോയുടെ അടുത്താണ് നീ വന്നിരിക്കുന്നത്. ആ ധൂർത്തപുത്രൻ എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ, അവൻ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്ത ആ ദൈവം ഇന്ന് ഈ രാത്രി സമയം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ കുടുംബ സമാധാനം, മനസ്സമാധാനം ദൈവം നിനക്ക് തിരിച്ചു തരും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലെ 28-ാം തിരുവചനത്തിൽ പ്രകാരം നാം വായിക്കുന്നു, സാംസൺ തൻ്റെ എല്ലാ കൃപകളും എല്ലാം നഷ്ടപ്പെടുത്തിയപ്പോൾ അവസാന നിമിഷം സാംസൺ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എന്നെ ഓർക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, ഒരിക്കൽ കൂടി എൻ്റെ ഒരു കണ്ണിനെങ്കിലും കാഴ്ച തരണമേ. ആ സാംസന്റെ നിലവിളി കേട്ട ദൈവം അവനെ ശക്തിപ്പെടുത്തി. ചെങ്കടൽ തീരത്ത് വെച്ച് മോശയുടെ കണ്ണുനീര് കണ്ട ദൈവം, മിസ്രൈമിൽ ദേശത്ത് വെച്ച് ജോസഫിന്റെ കണ്ണുനീര് കണ്ട ദൈവം എന്റെയും നിങ്ങളുടെയും കണ്ണുനീര് കാണാതെ പോകുകയില്ല. സങ്കീർത്തനം 40:17 പറയുന്നു, ഞാനോ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി വിചാരമുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ആനന്ദത്തോടെ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുന്നു. തമ്പുരാന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഓർക്കുക, പാപത്തിന്റെ കുത്തൊഴുക്കപ്പെട്ട് തകർന്നു പോയ മാനവരാശിയെ നേടാൻ, അതെ, എന്നെയും നിങ്ങളെയും നേടാൻ വേണ്ടി സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നവൻ, എന്റെയും നിങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾ വഹിച്ചവൻ, നമ്മുടെ പാപഭാരമാകുന്ന കുരിശും വഹിച്ച് കാൽവറി മലയിലേക്ക് നടന്നു പോയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ തിരുരക്തം മറുവിലയായി കൊടുത്ത് എന്നെ നിങ്ങളെ വീണ്ടെടുത്തവൻ. ആ തമ്പുരാൻ ചോദിക്കുകയാണ്, മകനെ, മകളെ, ഈ സമയം ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്, ഞാൻ നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. നിന്റെ നഷ്ടപ്പെട്ടു പോയ സമാധാനം ഞാൻ നിനക്ക് തിരിച്ചു തരും, നിന്റെ നഷ്ടപ്പെട്ട കുടുംബജീവിതം ഞാൻ തിരിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് നഷ്ടപ്പെട്ടു പോയ കാഴ്ച തമ്പുരാൻ വീണ്ടും കൊടുത്തു. ആ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരണമെങ്കിൽ നാം പലതും ഉപേക്ഷിക്കേണ്ടി വരും. ചില വഴികളിൽ പോകാൻ പാടില്ല, ചില സ്ഥലത്തിൽ ഇരിക്കാൻ പാടില്ല. ഇവിടെയൊക്കെയാണ് നാം എപ്രകാരമാണ് ആ പുതപ്പ് ഉപേക്ഷിക്കുന്നത് നമുക്കറിയാം. പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നാം വിശുദ്ധി പ്രാപിച്ച് വീണ്ടും വരപ്രസാദ അവസ്ഥയിലേക്ക് തിരിച്ചു വരണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ നാം നിറയും. ആനന്ദം, സന്തോഷം, സമാധാനം നമുക്ക് കിട്ടും. ഹല്ലേലൂയ. തമ്പുരാൻ അവന് വീണ്ടും കാഴ്ച കൊടുത്തു, അവനെ അനുഗ്രഹിച്ചു. അവൻ ഓടിപ്പോയില്ല. ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത്, അവിടുത്തെ അനുഗ്രഹം പ്രാപിച്ച് നന്മ പ്രാപിച്ച് കഴിയുമ്പോൾ തമ്പുരാനെ മറന്നുള്ളൊരു ജീവിതം, പിന്നീട് കർത്താവിനെ ഒന്നും നമുക്ക് ഓർക്കാറില്ല. വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രം യേശുവിനെ വിളിക്കുന്നു. ഈ മകൻ വീണ്ടും യേശുവിൻ്റെ കൂടെ നടന്നു. നമുക്ക് കർത്താവിൻ്റെ കൂടെ നടക്കണം. അവിടുത്തെ അനുഗ്രഹം മാത്രം പ്രാപിച്ച പോരാ, അവൻ്റെ കൂടെ നടന്ന് അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം, അനേകരുടെ മാനസാന്തരത്തിന് കാരണമാകാൻ തക്കവണ്ണം നമ്മളൊരു ശുശ്രൂഷകനായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളൊക്കെ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയും കാരുണ്യവനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാവേളയിൽ കർത്താവെ, വിവിധ സ്ഥലങ്ങളിലും ദേശങ്ങളിലും ഭവനങ്ങളിലുമായിരുന്നു ഞങ്ങളെ ഒരു പിതാവിൻ്റെ മക്കളെ പോലെ
അവിടുത്തെ പാദപീഠത്തിലേക്ക് ചേർത്ത് വെച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ തക്കവണ്ണം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വിട്ടുകൊടുക്കാനും താന്നുകൊടുക്കാനും തോറ്റുകൊടുക്കാനും ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.